ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തൈരും കത്തിരിക്കയും കൊണ്ടുള്ള സലാഡാണ്. അപ്പോൾ നമുക്ക് കത്തിരിക്ക ഞാൻ നീളത്തിൽ അരിഞ്ഞു. അതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ പൊരിക്കുന്നത് പോലെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തൈരിൽ കുറച്ച് ഉപ്പിടണം. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ കത്തിരിക്കയിൽ ഉപ്പുണ്ട്, അതനുസരിച്ച് ഉപ്പിടാവൂ തൈരിൽ. പിന്നെ നമുക്ക് ഒരു 2 വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, അത് തൈരിലേക്കിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ കത്തിരിക്ക നിരത്തി വെച്ചിരിക്കുന്നതിലേക്ക് ആ തൈര് ഒഴിക്കാനുള്ളത്. നമ്മളിവിടെ തൈരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. നമ്മളിതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് നല്ല പകുതി, അതായത് സെറ്റാക്കണം. നമ്മൾ 2 തട്ടായിട്ടാണ് ഒഴിക്കണത്. ഫസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അതിലേക്ക് നല്ല ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണം, ആ രീതിയിൽ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് ആ തൈരിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കി നമ്മൾ കുറച്ച് തൈര്, അതായത് അത്യാവശ്യം നമുക്ക് ഒരു 3 വലിയ കത്തിരിക്കയാണ് നമ്മൾ പൊരിക്കണമെന്നുണ്ടെങ്കിൽ അത് മുങ്ങാനുള്ള തൈര് മാത്രം മതി. ഒരു 1-1.5 ഗ്ലാസ് തൈരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തൈരൊക്കെ ഒഴിച്ച് മുകളിൽ തൈരിങ്ങനെ ഒഴിക്കണം. ആ ബാക്കി വരുന്ന തൈര് ഫസ്റ്റ് നമ്മൾ ഒരു തട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ കുറച്ച് തൈര് ഒഴിച്ചിരുന്നു. രണ്ടാമത് ബാക്കിയുള്ളതും കൂടെ ഇട്ട് ഇനി ബാക്കി വന്ന തൈരിനെ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ വേണ്ടുന്ന ഒരു ഒരു കണ്ടൻ്റ് ഉണ്ട്, അതായത് ഒലിവ് ഓയിലാണ് ഇതിൻ്റെ ടേസ്റ്റിനെ കൊണ്ടുപോകണത്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കണം. ഫസ്റ്റ് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് തൈര് താഴേക്കൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് താഴേക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നമുക്ക് ഒലിവ് ഓയിലാണ്. ആ ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലിട്ട് ഇളക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ചെയ്തു നോക്കണം. നല്ല ഒരു സലാഡാണ്. ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ.